ഹലോ, ഇന്നൊരു സണ്ണി ഡേ ആണ്. ഈ വിൻ്ററിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ പരോള് പോലെ സണ്ണിയും വരാറുണ്ട്. നല്ലതാ. ഇപ്പം ഞാൻ പോകുന്നത് കോൾസിലോട്ടാണ്. അതായത് എനിക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഒരു അടിപൊളി ബിരിയാണി വെക്കാൻ വേണ്ടി. എന്തിനാ ഇത് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി അങ്ങ് ഫ്ലോപ്പായിപ്പോയി. സാധാരണ എനിക്ക് ബിരിയാണികൾ അങ്ങനെ സംഭവിക്കാത്തതാണ്. കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചു. എൻ്റെ ഒരു നിഗമന പ്രകാരം അത് കുക്കറിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. കുക്കർ സമയത്തിന് കൂവിയില്ല, എന്തോ അതങ്ങ് വെന്തുപോയി. മൊത്തത്തിൽ ഒരു അവിയൽ പരുവം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വന്നത് പുതിന ഇല, മല്ലിയില, പിന്നെ മട്ടൻ ഇത് പറഞ്ഞാണ് പോയെങ്കിലും വേറെയും കുറേ സാധനങ്ങൾ എടുക്കേണ്ടി വന്നു. സാധാരണ എപ്പോഴും അങ്ങനെയല്ലേ, കടകളിൽ പോകുമ്പോൾ ചിലപ്പോൾ 1-2 സാധനമേ കാണും, പക്ഷെ വാങ്ങി ഇറങ്ങുമ്പോൾ ഒരു കൊട്ട സാധനം കാണും. ഓക്കെ, ആ സാധനങ്ങളെല്ലാം വാങ്ങി പേ ചെയ്തിട്ട് ഞാനിപ്പോൾ നേരെ പോകുന്നത് സുഷി ഹബിലോട്ടാണ്. അതായത് ഇനി ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു 2 മണി ആവുമല്ലോ. ഇപ്പം സമയം 11 മണിയായതേ ഉള്ളൂ. അപ്പോൾ 2 സൂഷിയൊക്കെ വാങ്ങി കഴിച്ചേക്കാം വിചാരിച്ച് വാങ്ങിയിട്ട് പിന്നെ വന്നുടനെ കയ്യോടെ മട്ടൻ കഴുകി മസാല ഇട്ടങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി ഒരു 1 അവറെങ്കിലും അങ്ങനെ വെച്ചേക്കും. എന്നാലേ മസാലയൊക്കെ പിടിച്ച് ആ മട്ടൻ്റെ രുചി അങ്ങോട്ട് വരും. റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, കാരണം ഞാനും ഈ റെസിപ്പിയൊക്കെ എടുത്തത് യൂട്യൂബിൽ നിന്ന് തന്നെ. നല്ല അസൽ റെസിപ്പീസ് ഇഷ്ടം പോലെ ഉണ്ട് യൂട്യൂബിൽ. ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കുക, ഈ യൂട്യൂബില്ലാതെ ഞാൻ എന്ത് ചെയ്തേനെന്ന്. ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഈ ഡയലോഗ്സിൻ്റെ എല്ലാ ഇടയിലൂടെ ബിരിയാണിയുടെ കാര്യം മറക്കാൻ പറ്റത്തില്ലല്ലോ. ഉള്ളിയും തക്കാളിയും മറ്റ് മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് വഴച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടനും ഇട്ട് അരിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ തുണികൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചൊക്കെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുപോയി വിരിച്ചു. ബാക്കി വീണ്ടും കഴുകായിട്ടിട്ടുണ്ട് ഒരു സെറ്റ് ഓഫ്. ബിരിയാണി നന്നായിട്ട് വന്നു. ആ സന്തോഷത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം തന്നെ കഴിച്ചു. അതിൻ്റെ സന്തോഷത്തിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് ഡിന്നർ വെളിയിൽ നിന്ന് കഴിക്കണം. ചുമ്മാ ഒരു ഓഫർ ഇട്ടതാ, ഞാൻ അപ്പം തന്നെ കയറി കൊത്തി ഓക്കെ പറഞ്ഞു. അങ്ങനെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോയതാ കേട്ടോ. ഈ കാണുന്ന വീഡിയോ തായ് റെസ്റ്റോറൻറ്റിലാണ് പോയത്. എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ ബൈ.